വെൽക്കം ടു അന്നാർട്ട് ആൻഡ് ക്രാഫ്റ്റ്സ്. എവിടെ വരെയായി എല്ലാവരുടെയും ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ? എല്ലാവരും ഓടി നടന്ന് വീടുകളും ഓഫീസുകളും റൂമുകളും ഒക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന തിരക്കായിരിക്കില്ല. കാരണം ഇനി നമുക്ക് വളരെ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ക്രിസ്മസിനുള്ളൂ. എന്ത് പെട്ടെന്നാണല്ലോ ഒരു വർഷമൊക്കെ അവസാനിക്കുന്നത്. എനിവേയ്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് 3 റീത്തുകളാണ്, ക്രിസ്മസ് റീത്തുകളാണ്. മൂന്നെണ്ണത്തിൻ്റെയും ഇമേജസ് നിങ്ങൾ ആദ്യത്തിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ റീത്തിൻ്റെയും സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടാവും. അതല്ല ഇനി ഇത് 3 നിങ്ങൾക്ക് കാണണം, എന്നിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കുന്ന റീത്ത് എന്ന് പറയുന്നത്, ഞാനൊരു പിൻട്രസ്റ്റ് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഐറ്റം കണ്ടതാട്ടോ. എന്നാൽ പിന്നെ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളത് ഈ 3 റിങ്സാണ് ഫസ്റ്റ് ബേസ് നമുക്ക് വേണ്ടത്. ആ 3 റിങ്സിന് ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു 20 രൂപയോ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു വൈറ്റ് മാലയാണ് കേട്ടോ. നമ്മൾ ഈ ക്രിസ്മസിനൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അത് ഇവിടെ ഓൾറെഡി ഇരിക്കുന്നുണ്ടായിരുന്നതാണിത്. അത് കാരണം കൊണ്ടാണ് അതിനൊരു ചെറിയൊരു കളർ ഡിഫറൻസ്. പക്ഷെ നിങ്ങൾക്ക് ന്യൂ വാങ്ങിക്കാൻ പറ്റുകയാണെങ്കിൽ എനിക്കൊന്ന് 20 30 ഒക്കെ രൂപയുടെ ഉള്ളിൽ ഒരു പുതിയ മാലയൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റും, ക്രിസ്മസ് ഡെക്കറായിട്ട്. അത് വാങ്ങിച്ചിട്ട് ഞാൻ മുകളിൽ കുറച്ച് പഴയൊരു പച്ച ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, അത് ചുറ്റി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഈ വൈറ്റ് നമ്മൾ വാങ്ങിച്ചിട്ട് ഈ 3 റിങ്സ് നമ്മൾ കെട്ടിവെച്ചതിൻ്റെ ചുറ്റും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചുറ്റി കൊടുക്കുക. അതിനുശേഷം മുകളിൽ മാത്രം കുറച്ച് ഗ്രീൻ എടുത്തിട്ട് ഈ എല്ലാ റിങ്സിൻ്റെ ഇടയിൽ കൂടെ എടുത്ത് അങ്ങനെ അതിൽ തന്നെയാണ് കേട്ടോ ഞാൻ കെട്ടിയിട്ടേക്കുന്നത്. പിന്നെ നമ്മുടെ കയ്യിലുള്ള കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ എടുക്കുക. കുറച്ച് ഫ്ലവേഴ്സും കുറച്ച് ക്രിസ്മസി വൈബ്സിലുള്ള കുറച്ച് മൊട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുക്കുക. പിന്നെ നമുക്ക് തൂക്കിയിടാൻ പറ്റുന്ന, ഹാങ് ചെയ്യാൻ പറ്റുന്ന പോലെ ഒരു റിബൺ. ഇപ്പം ഞാൻ സിൽവർ എടുത്തേക്കുന്നത്, ഗോൾഡ് ഉണ്ടെങ്കിൽ ഗോൾഡ് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് റെഡ് ഉണ്ടെങ്കിൽ റെഡ് എടുക്കാം, കുഴപ്പമില്ല, ഭംഗിയുണ്ടായിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ എടുത്ത് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ക്രിസ്മസ് റീത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് അത്യാവശ്യം നല്ല വൈബിലുള്ളൊരു ഐറ്റം കിട്ടുകയും ചെയ്യും. അപ്പം ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. കാരണം ഇത് ഈ പറഞ്ഞ പോലെ വളരെ എളുപ്പത്തിൽ ഒരു 10 100 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് നല്ല ഭംഗിയുള്ള ക്രിസ്മസ് റീത്തൊക്കെ, ആരെങ്കിലുമൊക്കെ വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഇത് ഞാനാണ് ഉണ്ടാക്കിയതെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കാണിച്ചു കൊടുക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഐറ്റം എന്ന് പറയുന്നത്. സെക്കൻഡ് ഐറ്റം ഉണ്ടാക്കാൻ നമുക്ക് ഫസ്റ്റ് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാർഡ്ബോർഡാണ്. കാർഡ്ബോർഡ് ഒരു റൗണ്ട് ഷേപ്പിൽ, വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക, സർക്കിളിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളത്, നമ്മുടെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന കവേഴ്സ് ഉണ്ടല്ലോ, അതിലിപ്പം എന്താ പറയുക, പേപ്പർ കവേഴ്സൊക്കെ നമുക്ക് കിട്ടി തുടങ്ങിയില്ല. ആ പേപ്പർ കവേഴ്സ് ഒരു 2 3 പേപ്പർ കവേഴ്സ് എടുക്കുക. ഞാനിവിടെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു റീത്താണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിൻ്റെ വലുപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് കവേഴ്സും കാര്യങ്ങളും എടുത്താൽ മതി. എന്നിട്ട് എന്താ, ആ കവേഴ്സ് ഈ കാണുന്ന പോലെ ഒന്ന് ചുക്കിച്ച് വിളിച്ച് ഒന്ന് കയ്യിലൊതുക്കുന്ന പോലെ ഒരു റൗണ്ട് ഷേപ്പിലേക്ക് നമ്മൾ, ഞാനിവിടെ സെല്ലോ ടേപ്പ് വെച്ച് ചുറ്റൊട്ടിക്കാണ് ചെയ്യുന്നത്. ഒരു ചെറിയൊരു ഗ്യാപ്പ് ഞാൻ ഇടുന്നുണ്ട്, അതവിടെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഗ്യാപ്പാണ് ഞാൻ അവിടെ ഇടുന്നത് കേട്ടോ. അത് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് അവിടെ ആ ഗ്യാപ്പ് ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പം അതിന് ശേഷം ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗ്രീൻ കളർ മാലയാണ് കേട്ടോ. അപ്പോൾ ഗ്രീൻ കളർ മാല തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ഇപ്പം റെഡോ അല്ലെങ്കിൽ സിൽവറിൻ്റെ തന്നെ വേറെ കളേഴ്സോ, ഈ ഗ്രീനിൽ തന്നെ വേറെ കളേഴ്സ് കിട്ടും. അപ്പോൾ ഒരുപാട് നമുക്ക് കുറേ ചോയ്സസ് ഉണ്ടല്ലോ ഇപ്പം. അപ്പം നിങ്ങൾക്ക് ഏത് കളറിലാണോ റീത്ത് വേണമെന്ന് ആഗ്രഹമുള്ളത് ആ കളറിലുള്ള മാല എടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ഗ്രീനാണ് എടുത്തേക്കുന്നത്, കുറച്ച് വൈബിളായിട്ടാണല്ലോ ഗ്രീന്. അപ്പോൾ ഗ്രീൻ കളറിൽ വെച്ചിട്ടുള്ളൊരു മാല വെച്ചിട്ട് ഞാനിപ്പം എനിക്കൊന്ന് 2.25 മാലയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മാലയ്ക്ക് 25 30 അങ്ങനെ എന്തോ ആണ് ഞാൻ വാങ്ങിക്കുമ്പോൾ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു എമൗണ്ടിൽ ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിയെടുക്കുക. അത് ചുറ്റിയെടുത്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആ ഒരു ഗ്യാപ്പ് കണ്ടില്ലേ നമുക്ക്, ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സ്പേസ് കൂടെ ഞാൻ കവർ ചെയ്യുന്നുണ്ട്, കണ്ടോ. ഈ ഒരു റിബൺ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആ സ്പേസ് അവിടെ വിട്ടിട്ടുണ്ടായിരുന്നു. മറ്റേതാകുമ്പോൾ പൊങ്ങി നിൽക്കും, പക്ഷെ ഇത് കുറച്ച് താന്നിരിക്കുന്നതാണ് കുറച്ച് ഭംഗി ഉണ്ടാവും. അപ്പോൾ ഞാനൊന്ന് ചുറ്റിയെടുത്തിട്ട് ഈ റിബൺ അതിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൽ ഒരു
കുറച്ച് മണികളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കി ഈ റീത്തിൻ്റെ ചുറ്റും ഒരു 4-5 മണികളൊക്കെ വെച്ച് ഈ ഡെക്കറേഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. ഈ മണികൾ തന്നെ വേണമെന്നൊന്നുമില്ല. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പൊട്ടിയ മണികൾ ഇരിക്കുന്നുണ്ടായിരുന്നതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മുടെ പഴയ ക്രിസ്മസ് ട്രീമൊക്കെ വെക്കാൻ വേണ്ടി നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവും ഇങ്ങനത്തെ കുറച്ച് മണികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അതല്ല വേറെ എന്തെങ്കിലും കളേഴ്സിലുള്ള മണികളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും മിനിമം നമ്മളൊരു സെയിം കളർ ചൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ എപ്പോഴും ഒരു സെയിം കളർ യൂസ് ചെയ്യുക ഡെക്കറേറ്റ് ഐറ്റംസിനെ. എല്ലാ കളറും ഒരുമിച്ച് ഇടാതെ. അത്രയേ ഉള്ളൂ. അത് കീപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം അടിപൊളിയാണ്. ഞാൻ പിന്നെ കുറച്ചും കൂടി ആർഭാടമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ലൈറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് റോൾ ചെയ്തെടുക്കാൻ പറ്റുന്ന ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ലൈറ്റ് ഉണ്ടല്ലോ, സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഫുള്ള് ഈ റീത്തുമ്മേ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് നമ്മുടെ മെയിൻ ഡോറിലും അല്ലെങ്കിൽ നമ്മുടെ റൂമിൻ്റെ ഡോറുമൊക്കെ നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റീത്താണ് കേട്ടോ ഇത്. എനിക്ക് ഈ 3 ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു. നൈറ്റൊക്കെ നമുക്ക് ആ ലൈറ്റും കൂടി ഓണാക്കി ഇടുമ്പോൾ നല്ലൊരു വൈബ് വരുന്ന ഒരു റീത്തും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ റീത്തിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ മൂന്നാമത്തെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ മൂന്നാമത്തേന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലൊരു കാർഡ്ബോർഡാണ്. ആ കാർഡ്ബോർഡ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് താഴെ ഭാഗത്തേക്ക് അധികം വീതി കുറയ്ക്കാതെ കുറച്ച് വീതിയിൽ ഒരു ഹാഫ് സർക്കിളൊക്കെ പോലെ താഴെ ഭാഗത്ത് കുറച്ചൊരു വീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഒരു ഓവൽ എന്താ പറയുക, കുറച്ച് അങ്ങനത്തെ ഒരു ഷേപ്പിൽ. എന്നിട്ട് ഒരു സിൽവർ കളറോ അല്ലെങ്കിൽ ഗോൾഡൻ ആണ് കുറച്ചും കൂടി ഭംഗി ഉണ്ടായിരിക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗോൾഡൻ ഇല്ലയെന്ന് വിചാരിച്ച് സങ്കടപ്പെടേണ്ട. ഞാനിപ്പോൾ സിൽവറാണ് എടുത്തേക്കുന്നത്. സിൽവറും എടുക്കാം കേട്ടോ. ഇപ്പോൾ സിൽവർ നമ്മുടെ കയ്യിലുള്ള റിബൺ കുറച്ച് ഗ്ലേസിങ് ഒക്കെയുള്ള റിബൺ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അല്ലെങ്കിൽ സാറ്റിൻ റിബൺ ആണെങ്കിലും കുഴപ്പമില്ല. ആ റിബൺ എടുത്ത് കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിയെടുക്കുക. അതായത് മുകളിലത്തെ ഒരു 1/4 പോർഷനും ആ റിബൺ വെച്ചിട്ട് ചുറ്റിയെടുക്കാം. ബാക്കിയുള്ള പോർഷനിൽ ബാക്കി നമ്മുടെ കയ്യിലുള്ള ഈ ഇലകളും ഫ്ലവേഴ്സും ക്രിസ്മസ് റിലേറ്റഡ് ഡെക്കർ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, ഈ പൈൻ ട്രീയുടെ കായും അതുപോലെ കുറച്ച് റെഡ് കളേഴ്സൊക്കെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ റെഡ് കളറിലുള്ള മുട്ടുകളും സിൽവർ കളർ ഗോൾഡൻ കളറിലുള്ള മുട്ടുകളും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു ഗ്രീനറി വൈബുള്ള എന്താ പറയുക, ഇത് എനിക്ക് തോന്നുന്നു ക്രിസ്മസിൻ്റെ സമയത്ത് മാത്രമല്ല അല്ലാത്ത സമയത്തും നമുക്ക് വേണമെങ്കിൽ ഡെക്കർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ സ്പേസസ് ഒക്കെ ഡെക്കർ ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു ഫിനിഷിംഗ് ലുക്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് വരുന്ന ഐറ്റമാണിത്. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാനും പറ്റുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മൂന്നാമത്തെ ക്രിസ്മസ് റീത്ത് എന്ന് പറയുന്നത്. ഇതും എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ കാണിക്കുന്ന ഇലകൾക്കും ഈ മുട്ടുകൾക്കൊന്നും അത്ര അധികം പൈസയൊന്നുമില്ല കേട്ടോ. ഒരു 10-50 രൂപ ഉണ്ടെങ്കിൽ ഇത്രയും ഇലകളും സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനത്തെ വളരെ തുച്ഛമായിട്ടുള്ള രൂപയ്ക്ക് നമുക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള റീൽസ് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പം നമ്മുടെ ഒരു ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പം ഇതും നിങ്ങൾക്ക് അപ്പോൾ ഈ ക്രിസ്മസ് റീത്തൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.